എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു സ്പിരിച്വൽ അവേക്കണിങ്ങിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഇതിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി അനുഭവിക്കുന്ന ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, വേദനകൾ. അപ്പോൾ ആ ഒരു കാര്യത്തെ പറ്റിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അത് തന്നെ ഒരുപാടൊന്നും പറയാൻ പോകുന്നില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഫസ്റ്റ് എന്താണ്, നമുക്കൊരു വേദന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എങ്കിൽ അത് വേറൊരു രോഗവും അല്ല എന്ന് വ്യക്തമായിട്ട് ഒരു ഡോക്ടറെ കണ്ട് ഉറപ്പിച്ചിരിക്കണം. അല്ലാതെ നമ്മൾ സ്വയം തീരുമാനിക്കാൻ പാടില്ല. അത് ഒരു ഇപ്പോൾ അങ്ങനെ ഒരു സ്പിരിച്വൽ അവേക്കണിങ് എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അതാണെന്ന് സ്വയം തീരുമാനിക്കാതെ ഫസ്റ്റ് ഒരു ഡോക്ടറെ കണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്ന് ആദ്യം ഉറപ്പിക്കണം. അതിനുശേഷം മാത്രമേ അത് വേറെന്താണെന്ന് നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അതൊരു സ്പിരിച്വൽ അവേക്കണിങ് ആണെന്ന് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു സമയത്ത് അതിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ ഒരുപക്ഷെ ആദ്യത്തെ ഘട്ടത്തിൽ അതിനെപ്പറ്റി ഒരിക്കലും മനസ്സിലാക്കില്ല. സ്വാഭാവികമായും നമ്മളൊരു ഡോക്ടറെ തേടി പോകുക തന്നെയാണ് ചെയ്യുക. അതുമാത്രമല്ല, ഇത്തരം വേദനകളും ബുദ്ധിമുട്ടുകളും ഒരു ഡോക്ടർക്കോ അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ളവർക്കോ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വേദന ആയിരിക്കില്ല ആ ഒരു വ്യക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ഇത്ര വ്യക്തമായിട്ട് പറയുന്നത്, ഞാൻ അത്തരം വേദനകൾ ഒരുപാട് അനുഭവിച്ചതും ഇപ്പോഴും കുറച്ചായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ, കാരണം വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കുറച്ച് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ആദ്യം തന്നെ പറയാം, പിന്നെ നമുക്ക് ഇത്തരം വേദനകളൊക്കെ വരുന്നത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ള ഒരു സംശയം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു സംശയം പൂർണ്ണമായിട്ട് തീർക്കാമെന്നല്ല. കാരണം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ചെറിയ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, എൻ്റെ വേദനകളൊക്കെ വെച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മളുടെ ബോഡിയിൽ അടിഞ്ഞു കിടക്കുന്ന ട്രോമാസ് എന്ന് വെച്ചാൽ അത് ചിലപ്പോൾ വർഷങ്ങൾ കൊണ്ട് നമ്മുടെ ബോഡിയിൽ, മൈൻഡ് ആൻഡ് ബോഡിയിൽ അടിഞ്ഞു കൂടിയതായിരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റ് ലൈഫുകളിൽ കൂടി കിടന്ന് ഈ ഒരു ജന്മത്തിലേക്ക് എത്തിയപ്പോൾ അതുവഴി വന്നതാകാം. അല്ലെങ്കിൽ ജനറേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ തലമുറകൾ വഴി നമുക്ക് കിട്ടിയിട്ടുള്ളതാകാം, കുടുംബപരമായിട്ട് കിട്ടിയതാകാം. അങ്ങനെ പല വിധത്തിൽ ട്രോമാസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ ചിലപ്പോൾ യാതൊരുവിധ കർമ്മങ്ങളും, നെഗറ്റീവായിട്ടുള്ള യാതൊരുവിധ കർമ്മങ്ങളും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇതുപോലെ, പക്ഷെ നമ്മൾ അറിയത്തക്കതായി ഒന്നും ചെയ്തില്ലെങ്കിലും ഇതുപോലെ പിന്നിൽ നിന്ന് വരുന്നത്, പാസ്റ്റ് ലൈഫിലൂടെ വരുന്നത്, ജനറേഷനിലൂടെ വരുന്നത്, ഇതൊക്കെ നമ്മളെ ബാധിക്കാം. അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ ഹീൽ ചെയ്തിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ കഴിയുകയുള്ളൂ. കാരണം നമ്മൾ ഒരു സ്പിരിച്വൽ അവേക്കണിങ് പീരീഡ് കഴിഞ്ഞ ആ ഒരു പീരീഡ് കഴിയുമ്പോഴേക്കും നമ്മൾ പൂർണ്ണമായിട്ടും അതിനു മുമ്പുള്ള ഒരു വ്യക്തിയിൽ നിന്നും പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ടാകും. പുതിയൊരു വ്യക്തിയായിട്ട് തന്നെ മാറിയിട്ടുണ്ടാകും. അത് ശാരീരികമായാലും മാനസികമായിട്ടും നമ്മൾ പൂർണ്ണമായും നമ്മുടെ ആത്മാവ് എന്താണോ ആ ആത്മാവുമായിട്ട് പൂർണ്ണമായിട്ടും താതാത്മ്യം പ്രാപിച്ചിട്ടുണ്ടാകും. അല്ലാതെ ഒരിക്കലും നമ്മൾ ഒരു മെറ്റീരിയൽ വേൾഡിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കൊരിക്കലും, ഒരു സ്പിരിച്വാലിറ്റിയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും മെറ്റീരിയൽ ലൈഫുമായിട്ട് കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം അവരുടെ സോള് അവരെപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, നിങ്ങളുടെ വിളി വേറൊന്നാണ്. നമ്മളെപ്പോഴും ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ സോള്. അപ്പോൾ ആ സോളിൻ്റെ വിളി നമുക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല. ഈ ഒരു വേദനകളൊക്കെ ചിലപ്പോൾ കടന്നു എത്താൻ വർഷങ്ങളെടുത്തേക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്തൊക്കെ വേദനകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഞാനൊക്കെ അനുഭവിച്ചിട്ടുള്ള വേദനകൾ, എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല. കാരണം ഓരോരുത്തരുടെയും കർമ്മയും
വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമ്മുടെ കർമ്മങ്ങൾ വ്യത്യസ്തമായിരിക്കുന്ന പോലെ തന്നെ നമ്മൾ അനുഭവിക്കുന്ന വേദനകളിലും വ്യത്യാസം ഉണ്ടായിരിക്കും. ചിലപ്പോൾ മൈൽഡായിരിക്കാം, ചിലപ്പോൾ സിവിയർ ആയിരിക്കാം. അപ്പോൾ ഏത് ആണ് എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ പിന്നാലെ വന്നിട്ടുള്ളത് എന്താണോ അതൊക്കെയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എടുത്ത് നോക്കിയാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും ഹെഡ് ടു ടോയ് എവിടെയും വേദന ഉണ്ടാകാം. വേദനയോ അസ്വസ്ഥതകളോ എന്തോ വേണമെങ്കിലും ഉണ്ടാകാം. പ്രത്യേകിച്ചിട്ടും ഹെഡിന് ആദ്യകാലങ്ങളിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് ഫസ്റ്റ് ഹെഡ്, കാരണം തലകറക്കം, തലവേദനയേക്കാൾ കൂടുതൽ തലകറക്കം, തലചുറ്റൽ അങ്ങനത്തെ പ്രശ്നങ്ങളാണ് കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് എത്രയോ കാലങ്ങളോളം, കാരണം 1-2 വർഷങ്ങളോളം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ തലക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം അതൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങൾ എത്രയോ കഴിഞ്ഞു. അതിനുശേഷം പിന്നീട് അതിങ്ങോട്ട് താഴോട്ട് ചിലപ്പോൾ ഫേസ്, കണ്ണ്, ചെവിയുമായിട്ട് കണ്ണുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, എപ്പോഴും ബ്ലറി വിഷൻ. അപ്പോൾ വിഷൻ ക്ലിയർ ഇല്ലാതെ ഇരിക്കുക, അതിപ്പോഴും ഉണ്ട്. ചിലപ്പോൾ എൻ്റെ കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഇതിപ്പോൾ എൻ്റെ കണ്ണ് ഇപ്പം എനിക്ക് മാത്രം തോന്നുന്നതാണോ, ഇപ്പോഴും തോന്നുന്നത് കണ്ണിനുള്ളിൽ എന്തോ ഇരിക്കുന്നത് പോലെ തോന്നുന്നുണ്ടോ കണ്ണിനിടയിലൊക്കെ. പിന്നെയുള്ള പ്രശ്നം ഉറക്കക്കുറവ് എന്ന് വെച്ചാൽ ആദ്യത്തെ ആ സമയത്തൊക്കെ ഭയങ്കര എന്ന് വെച്ചാൽ ഒരു ദിവസം 1 മണിക്കൂർ പോയിട്ട് 1 സെക്കൻഡ് പോലും ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷെ ആ ഒരവസ്ഥയ്ക്ക് മാറി. പക്ഷെ ഇപ്പോഴും എന്താ പറയുക, എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ കണ്ണിന് ഭയങ്കര വേദനയായിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ എത്ര ഉറങ്ങിയാലും മതിയാവില്ല, പിന്നെയും ഉറങ്ങണം എന്നുള്ളൊരു തോന്നലാണ്. ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ഞാനിപ്പോൾ പാസ്റ്റ് ലൈഫിൽ എവിടെയെങ്കിലും അത്രയും എൻ്റെ ഉറക്കം പോയിട്ടുണ്ടോയെന്ന്. അത്രയധികം ഉറക്കമാണ് ചില സമയങ്ങളിൽ എന്നല്ല, മിക്കവാറും സമയങ്ങളിൽ അങ്ങനെയാണ്. പിന്നെ പലപ്പോഴും നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടതുകൊണ്ട് എപ്പോഴും ഉറങ്ങിയിരിക്കാൻ പറ്റില്ല, അതൊരു കാര്യം. പിന്നെന്താണ് ബോഡി വീക്ക്നെസ്, സാധാരണമായിട്ടുള്ള ബോഡി വീക്ക്നെസ്. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള തോന്നൽ, ക്ഷീണം, അങ്ങനെയുള്ള അവസ്ഥ, വളരെ പെട്ടെന്ന് ക്ഷീണിതമാകുന്ന അവസ്ഥ, അതൊക്കെ സാധാരണയായിട്ട് ഉണ്ടാകുന്നതാണ്. അത് ചിലപ്പോൾ ഇപ്പോൾ ഇന്നുണ്ടെങ്കിൽ നാളെ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല, അങ്ങനെ അത് മാറി വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെയാണ് വയറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ, ഡൈജസ്റ്റീവ് ഇഷ്യൂസ്, ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഒരുപാട് കാലങ്ങളോളം ഉണ്ടാവും. പിന്നീട് വരുന്നത് ചെസ്റ്റ്, ലെഗ്, കാലുവേദനകൾ മിക്കവർക്കും ഉണ്ടാകുന്നതാണ്. കാലുവേദന അതും സാധാരണമായിട്ടായിരിക്കും, അസഹനീയവും ആയിരിക്കും. പിന്നെ വേറൊന്നാണ് ചെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ചെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതലും വരുന്നത് ചെസ്റ്റ് പെയിനേക്കാളും ചെസ്റ്റ് ഭാഗത്തുള്ള അസ്വസ്ഥതകൾ, അത് കൂടുതലും നമ്മുടെ ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത് നമ്മുടെ കുണ്ടലിനി എനർജി മൂലാധാരത്തിൽ നിന്നും സഹസ്രാരം വരെ എത്തുമ്പോഴാണ് നമ്മൾ ഒരു പൂർണ്ണമായിട്ട് അവൈക്കണായ ഒരാളാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ അതിനിടയിൽ ആ ഒരു കുണ്ടലിനി ശക്തി താഴെ നിന്ന് മുകളിലോട്ട് വരുന്തോറും നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലുണ്ടാകുന്ന എല്ലാത്തരം ബ്ലോക്കേജുകളും മാറ്റിയിട്ടാണ് അത് മേലോട്ടേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അതിൻ്റെ മുമ്പിലുണ്ടാകുന്ന തടസ്സങ്ങളോ ബ്ലോക്കേജസ് എന്താണെന്ന് വെച്ചാൽ അതിനെ റിമൂവ് ചെയ്തിട്ടാണ് അത് മേലോട്ടേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് എവിടെയാണോ ബ്ലോക്കേജ് എന്ന് വെച്ചാൽ അവിടെ ആ ഒരു എനർജി അവിടെ പ്രവർത്തിക്കുമ്പോൾ അവിടെ നമുക്ക് വേദനയോ അസ്വസ്ഥതകളോ അങ്ങനെ പലവിധ പ്രശ്നങ്ങളും ഉണ്ടാവും. ചിലപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടുള്ള ഒന്നാണ് ചെസ്റ്റ് പെയിന്. ഒരുപക്ഷെ ഹാർട്ട് അറ്റാക്ക് എന്ന് പോലും പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന, അല്ലെങ്കിൽ ആദ്യത്തെ പ്രാവശ്യങ്ങളിലൊക്കെ ഞാൻ ഹാർട്ട് അറ്റാക്ക് ആണെന്ന് വിചാരിച്ച
ഡോക്ടറെ അടുത്ത് പോയി ICUലൊക്കെ കിടന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അതെപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷെ ആദ്യത്തെ ആ ഒരു പേടിയും പിന്നെ എന്താണ് നിത്യാഭ്യാസി ആന എടുക്കുന്ന പറഞ്ഞ പോലെ പിന്നീട് ഉണ്ടാകുമ്പോൾ നമ്മളതൊരു വിഷയമാക്കി എടുക്കുന്നില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ് വരുന്നതെന്നറിയാം. അപ്പോൾ ആ ഒരു ചെസ്റ്റ് അല്ലെങ്കിൽ ഹാർട്ട് ചക്രയിൽ ബ്ലോക്കേജുകൾ വരുമ്പോഴാണ് കൂടുതൽ. എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ബ്ലോക്കേജ് ഉള്ളത് ഹാർട്ട് ചക്രയിലാണ്. അത് എന്തുകൊണ്ടാണ് എന്നറിയില്ല. ചിലപ്പോൾ നമ്മുടെ പാസ്റ്റ് ലൈഫിലുള്ള ഇഷ്യൂസ് എന്തെങ്കിലും ആകാം. അതുകൂടാതെ ഈ ഒരു ലൈഫ് ടൈമിൽ ആദ്യത്തെ ഘട്ടങ്ങളൊക്കെ നമ്മൾ ചെറുപ്പകാലത്തിൽ നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ളതായ എന്തെങ്കിലും കാര്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അതും ഉണ്ടാകാം. അതുമൊക്കെ ഹാർട്ട് ചക്രയിൽ ബ്ലോക്കേജസ് ഉണ്ടാക്കുക. അത് മാത്രമല്ല, ഹാർട്ട് ചക്രയിൽ ബ്ലോക്കേജസ് ഉണ്ടാകുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ആ ഒരു കഴിവ്, അതുപോലെ മറ്റുള്ളവരുടെ സ്നേഹം ഇങ്ങോട്ട് സ്വീകരിക്കാനുള്ള ആ ഒരു കഴിവ് നമുക്കവിടെ നമ്മുടെ ഒരു കഴിവ് അവിടെ ബ്ലോക്ക് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ആ ഒരു ബ്ലോക്കേജ് മാറിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാനും അതുപോലെ തിരിച്ച് ആരുടേതായ സ്നേഹത്തെ അത് അക്സെപ്റ്റ് ചെയ്യാനും നമുക്ക് പറ്റുകയുള്ളൂ. കാരണം ഇതൊക്കെ പറയുമ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് അതിനെ വ്യക്തമായിട്ട് അത് പറയാൻ പറ്റുകയുള്ളൂ. എന്താണ് ബ്ലോക്കേജ് എന്നോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നോ എങ്ങനെയാണെന്നോ അറിയണമെങ്കിൽ അത് നമുക്കേ പറയാൻ പറ്റും, മറ്റുള്ളവർക്ക് പറയാൻ പറ്റില്ല. അതുപോലെയാണ് ഓരോ കാര്യങ്ങളും. അതുപോലെ വേറൊന്നാണ് ഷോൾഡർ പെയിന്. ഷോൾഡർ പെയിൻ പോലെ തന്നെയാണ് ബാക്ക് പെയിനിൽ അത് ഇവിടെ തൊട്ട് നമ്മുടെ ബാക്ക് സ്പൈനൽ കോഡ് അതിൻ്റെ താഴെ തൊട്ട് മേലെ ഇവിടെ വരെ ഉണ്ടാവാം. അപ്പോൾ ബാക്ക് പെയിനൊക്കെ ഉണ്ടാകുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്, എല്ലാവർക്കും അറിയാം. കാരണം എനിക്കൊന്നും നടുവേദന ഒരിക്കലും ഉണ്ടായിരുന്നിട്ടുള്ളൊരു കാര്യമില്ല. പക്ഷേ ഈയിടെ കുറച്ച് കാലങ്ങളായിട്ട് ഭയങ്കര ബാക്ക് പെയിനാണ്. പ്രത്യേകിച്ച് ബാക്ക് പെയിൻ മാത്രമല്ല, അത് ഹീറ്റോട് കൂടിയ പെയിനാണ്. ഹീറ്റ് എന്ന് വെച്ചാൽ ചൂട്. അതിന് കാരണം കുണ്ടലിനി എനർജി താഴെ നിന്ന് റൈസ് ചെയ്ത് മുകളിലോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഹീറ്റും, കുണ്ടലിനി എനർജി എന്ന് വെച്ചാൽ അത് ഹീറ്റാണ്, ചൂടാണ്. അത് അനുഭവിച്ചവർക്കറിയാൻ പറ്റും അതിൻ്റെ ചൂട് എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ ആ ഒരു ചൂടും അതിൻ്റെ കൂടെ പെയിനും, അത് രണ്ടും കൂടി, അത് സ്പൈനൽ കോഡിനുള്ളിൽ ചൂടും അതിന് ചുറ്റുമുള്ള ഏരിയയിൽ വേദനയും, അങ്ങനെയാണ്. അപ്പോൾ അത് കൂടുതലും കാലുവേദന, ലെഗ് പെയിനും കൂടി ഉണ്ടാവും. അതിൻ്റെ കൂടെ നമുക്ക് ഷോൾഡർ പെയിൻ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മുടെ തൊണ്ടയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ കൂടുതൽ വരുന്നത് നമ്മുടെ ത്രോട്ട് ചക്ര അല്ലെങ്കിൽ വിശുദ്ധ ചക്രയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതും എൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് ബ്ലോക്കേജുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അത്രമാത്രം പ്രശ്നങ്ങളുണ്ട്, സ്ഥിരമായിട്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ അതോടുകൂടി ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക്സ് ഫോർ ഓൾ.